ഈ പിള്ളേരെല്ലാം അവരുടെ പേര് ഇവർ ഈ എന്താണ് സ്ക്രിപ്റ്റ് ഈ ഡയലോഗ്സ് എടുത്തിട്ട് അവരുടെ പേര് ഇത്ര ഡയലോഗ്സ് ഉണ്ട് ഇത്ര പേര് അവർക്ക് 3 പേർക്കും എഴുതാൻ അറിയാം അവരുടെ പേര്. അതൊക്കെ ഒരു ഇതല്ലേ, അവര് പാഷനായിട്ട് അവിടെ തന്നെ ഭയങ്കര പക്ഷെ ഈ പറഞ്ഞ ആൾക്കും മലയാളം വലിയ എക്സ്ക്യൂസ് മീ ഞാൻ ശരിക്കും മലയാളം സംസാരിക്കുന്നത് ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അല്ലെങ്കിൽ ഭയങ്കര എല്ലാം ഇത്തിരി മുന്നേ ഇവിടെ വന്നിരുന്നപ്പോഴും ചുപ്രഹോ എന്നാ പറഞ്ഞത്. അത് ഞാൻ കേട്ടായിരുന്നു. നമ്മളെ അറിയാവുന്ന ഹിന്ദിയൊക്കെ ഞാനും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തട്ടിവിടാറുണ്ട്. ഞാനിവിടെ വന്ന് ഫസ്റ്റ് അഭിനയിക്കാൻ ഞാൻ വിചാരിച്ചിരുന്നത് അഞ്ചു വന്നിട്ട് നോർത്ത് ഇന്ത്യൻ വിചാരിച്ചു. ഞാൻ സത്യത്തിൽ ഞാനും അതെ ചുപ്രഹോ പറഞ്ഞ അങ്ങനെ വിചാരിച്ചു. എന്നോട് ഇതാ പറഞ്ഞ ആദ്യം തന്നെ ചുപ്രഹോ. ഞാൻ ചോദിച്ചുന്നുണ്ട് ഞാനിവിടെ. അല്ല അതിവിടെ കോമഡി ഉണ്ട്. സാറ് ഈ നലീഫ് അതായത് നായകൻ നായിക മോള് അവര് തമിഴുണ്ട്. സാർ അവരുടെ അടുത്ത് മലയാളം പറയും, നമ്മുടെ അടുത്ത് തമിഴാണ് പറയുന്നത്. കൊഞ്ചം അങ്ങനെയാണ്. സാറ് മറ്റേ ഫുഡ് സലാഡാണ്, മലയാളം തമിഴ് മിക്സ് ചെയ്തിട്ട് സാറിന് തമിഴ് പുറത്ത്. അത് അവർക്ക് മനസ്സിലാവും, കുറെ നാളായിട്ടുള്ളതുകൊണ്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. മനസ്സിലായി. ഈ സെറ്റിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങള് ഭയങ്കര എന്റർടൈനിങ് ആയിട്ട് ഇരിക്കുകയാണോ അതോ അവനവന്റെ ക്യാരക്ടർ പ്രത്യേകിച്ചൊന്നുമില്ല, ഭയങ്കര കൗണ്ടറിംഗ് ആണ്. അതിപ്പോ എനിക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ട്. ആണ് ചേച്ചിനെ ഏറ്റവും കൂടുതൽ ഇവിടെ വാരി നശിപ്പിക്കുന്ന ആരാണ് ചേച്ചി? പൊതുവെ എല്ലാരും. ഞാൻ എല്ലാവർക്കും പബ്ലിക് പ്രോപ്പർട്ടിയാണ്. പിന്നെ ആർക്കും വേണേ വന്ന് പറയാം. അഞ്ജുവിന്റെ അടുത്ത് എന്ത് വേണേ പറഞ്ഞാലും അഞ്ചു ചിരിക്കുള്ളൂ. തിരിച്ച് അവരെ ഇൻസൾട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അത് വിഷമായി എന്ന് പറയാം അങ്ങനെയൊന്നും ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് കരയാറുണ്ട്, അത് എന്തിനാന്ന് മാത്രം അറിയാം. ചുമ്മാ ഒരു സ്ഥലത്തിരുന്ന് കരയണ കേൾക്കാം. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് പഞ്ചാബി പാട്ട് കേട്ട് കരയുന്ന ഒരാള് ഇന്ന് ഇൻഡസ്ട്രിയിൽ പഞ്ചാബി പാട്ട് കേട്ട് കരയാം. നമുക്ക് ഇതിന്റെ അർത്ഥം അറിയാത്തതുകൊണ്ട് നമുക്ക് ചോദിക്കാനും പറ്റില്ല. അതൊക്കെ പറയാൻ പറ്റുമോ വെളിയില്? ഇന്ന് വളരെ ഇമോഷണൽ ആയിട്ട് സീൻ എടുത്തോണ്ടിരിക്കുന്നത്. ഞങ്ങള് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ഭാര്യനെ, പക്ഷെ എന്നെ കണ്ടിട്ടില്ല. അങ്ങനെ മകള് ഇവിടെ ഹോസ്പിറ്റലിൽ അവള് സൂസൈഡ് ചെയ്യാനൊക്കെ പോയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക, വളരെ സീരിയസ് ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഞാൻ ഈ ഹോസ്പിറ്റലിൽ മോളുടെ വിവരം അറിഞ്ഞിട്ട് വരുന്ന സീനാണ്. ഈ സീനിൽ ഞാൻ അപ്പൊ സാർ പറഞ്ഞു ഷോട്ട് റെഡി അഞ്ചു കമാൺ വാ. സാറ് വേഗം വെച്ചോളൂ. ഞാൻ നോക്കുമ്പോൾ മൊബൈൽ കൊണ്ടുപോയിട്ട് ഒരു പാട്ട് കേട്ടിട്ട് ഞാൻ ചോദിച്ചു അഞ്ചു നല്ല സീനാ വാന്ന് പറഞ്ഞ പറയാ. എനിക്ക് കരയണമെങ്കിൽ എനിക്കിത് കേട്ടാലും എനിക്ക് കരച്ചിൽ വരുള്ളൂ. പഞ്ചാബി പാട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ നമ്മൾ ഈ അഭിനയത്തിന്റെ പല തലങ്ങളിലും നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് എന്ത് തല, ഇതെന്ത് തലയാണ്? ഇഷ്ടം ഭയങ്കര സന്തോഷമുള്ള പാട്ടേട്ടാ കരച്ചിൽ വരും? ഇല്ല, ഭയങ്കര സന്തോഷമുള്ള പാട്ട് വന്നാൽ സന്തോഷിക്കല്ലേ വേണ്ടത്. അല്ല അപ്പൊ പിന്നെ ഈ പഞ്ചാബി പാട്ടൊക്കെ നമുക്കറിയാം, നമ്മുടെ അറിവില് ഭയങ്കര ഏറ്റവും ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഹിറ്റ് സോങ്സ് വരുന്നത് പഞ്ചാബി എന്നല്ലേ. ഇപ്പം കുറെ ഇപ്പം എല്ലാ FM-സിലും അല്ലെ എല്ലാ ഇതിലൊക്കെ നോക്കുകയാണെങ്കിൽ